എൻ്റെ പേര് സുഗന്ധി. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ജനുവരി 2024 9-ാം തീയതി. 2019 ഡിസംബറിലാണ് കൃപാസന മാതാവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഒരു പത്രം വഴിയാണ് ഞങ്ങൾക്ക് മാതാവിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അന്നു മുതൽ ഞങ്ങൾ ഓൺലൈനിൽ കയറി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് 1.5 വർഷം ഇവിടെ വരാൻ സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു. മോൾക്ക് വന്നിട്ട് പുറത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് കുട്ടികൾ കൂടെ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് IELTS ഒക്കെ ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് മനസ്സ് മാറിയിരിക്കുമായിരുന്നു. അങ്ങനെ BSc കംപ്ലീറ്റ് ചെയ്ത് MScക്ക് ഞങ്ങൾ ഇവിടുത്തെ കോളേജ്, ഞങ്ങൾ കോയമ്പത്തൂരാണ്, കോയമ്പത്തൂരിലെ കോളേജിൽ തന്നെ ഞങ്ങൾ ഫീസ് അടച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഏജൻസി ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഏജൻസി ത്രൂ ഞങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ അയർലാൻഡിൽ ഒരു കോളേജിൽ ഇതുപോലെ ഇവിടെ പഠിക്കുന്ന കോഴ്സ് തന്നെ ഞങ്ങൾക്ക് മാതാവ് കാണിച്ചു തന്നു. അങ്ങനെ ഏജൻസിയിലോട്ട് വിളിക്കാൻ എനിക്ക് മനസ്സിൽ തോന്നിച്ചു. ഞാൻ അങ്ങനെ ഏജൻസിയിൽ വിളിച്ചു തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് സ്കോളർഷിപ്പോടു കൂടി അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഫിനാൻസിൻ്റെ കാര്യത്തിലേക്ക് അയർലാൻഡ് ഭയങ്കര സ്ട്രിക്റ്റാണ് എന്ന് അവർ ഏജൻസി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ IELTS പഠിക്കാൻ മോൾക്ക് ഇൻട്രസ്റ്റ് തോന്നി. IELTS ജോയിൻ ചെയ്തു. IELTS പരീക്ഷയുടെ സമയത്ത് ഭയങ്കര പനിയും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടിയുടെ കാശ് രൂപം മോൾക്ക് കൊടുത്തു വിട്ട്, തേനും ഉപ്പും ഒക്കെ കൊടുത്തു വിട്ട് പ്രാർത്ഥിച്ചു വിട്ട്. സ്പീക്കിംഗ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 7.5 ഗ്രേഡോടുകൂടി അമ്മ മാതാവ് ഞങ്ങൾക്ക് അത്രയും ഗ്രേഡ് മാർക്ക് തന്ന് പാസ്സാക്കി. അതോടുകൂടി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് BSc റിസൾട്ട് മോൾക്ക് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനോടുകൂടി മോൾ പാസ്സാവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അയർലാൻഡിലെ ഏജൻസി ഓഫർ ലെറ്റർ, അവിടുന്ന് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി. കൂടെ തന്നെ 14 ലക്ഷം രൂപയോളം ഫീസ് അടയ്ക്കേണ്ട അടുത്ത് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ഫീസ് അടച്ചാൽ മതിയായിരുന്നു. ആ സമയത്ത് യൂറോ റേറ്റും എല്ലാം കുറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടി, ഫീസ് അടയ്ക്കാൻ സാധിച്ചു. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ലോണിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നിന്ന് വരുമ്പോൾ 2 മണിക്കൂർ ലേറ്റായി. 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുവരേണ്ടതെന്ന്. അന്നേരം പറയുക 12 ലക്ഷം രൂപ ബാങ്കിൽ ക്രെഡിറ്റ് ആയെന്ന്. അപ്പോൾ അതും ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം പെൻഷൻ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ കിട്ടി. കൂടാതെ പേഴ്സണൽ ലോണും എല്ലാം കൂടി 12 ലക്ഷം ഓൾറെഡി ബാങ്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് മറന്നുപോയി. പക്ഷേ ഈ സമയത്താണ് മാതാവ് ഞങ്ങൾക്കത് തന്ന് സഹായിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം 25 ലക്ഷം ആകുമെന്ന് പറഞ്ഞിരുന്നു എല്ലാം കൂടി. പക്ഷേ ഞങ്ങൾക്ക് ഈ 12 ലക്ഷം കിട്ടിയതോടുകൂടി ഞങ്ങൾക്ക് സന്തോഷമായി. അതിനുശേഷം പിന്നെ 7.5 ലക്ഷം രൂപ വിത്തൗട്ട് കൊളാട്രൽ, വീടിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും വെക്കാതെ തന്നെ 7.5 ലക്ഷം രൂപയും കൂടെ കിട്ടി. അങ്ങനെ മോൾക്ക് പോകാനുള്ള പൈസ എല്ലാം മാതാവ് സഹായിച്ച് എല്ലാം റെഡിയായി കിട്ടി. ഈ 7.5 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ബാങ്കിൽ പോകുമ്പോഴെല്ലാം മാതാവിൻ്റെ ചെറിയൊരു കാശ് രൂപ ഇവിടെ നിന്ന് കിട്ടിയതും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 21 ദിവസം കൊണ്ടാണ് ആ പൈസയും കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾക്ക് വിസ പ്രോസസ്സിങ്ങും അതിനുവേണ്ടി ഞങ്ങളുടെ പേപ്പർ വർക്കും അതിലുള്ള ചെറിയ മിസ്റ്റേക്ക് പോലും മാതാവ് കാണിച്ചു തന്ന് അത് തിരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വിസ ഡേറ്റ് എടുത്ത് തന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ചു. അപ്പോഴും ചെറിയ കാശ് രൂപം കൊണ്ടാണ് VFSC പോയത്. ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം അയർലാൻഡിൻ്റെ ഫിനാൻസ് കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ മാത്രമല്ലാതെ എൻ്റെ അമ്മയുടെയും കൂടെ സ്പോൺസർ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടി വന്നു. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്ത് 1 മാസത്തിനകം വിസ കിട്ടി. അതുമാത്രമല്ലാതെ മോൾക്ക് ഒറ്റയ്ക്ക് പോകുമല്ലോ എന്നോർത്ത് ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ ഒരു കുട്ടി മോൾക്ക് തന്നെ ഫോൺ ചെയ്ത് VFSൽ വെച്ച് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ച് അങ്ങനെ കൂടെ പോകാൻ ഒരാൾക്ക് പകരം 4 പേരെ മാതാവ് കൂട്ടിന് നൽകി. അതുപോലെ തന്നെ അക്കോമഡേഷൻ കിട്ടാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മക്കൾ തന്നെ അയർലാൻഡിലുള്ള അവരുടെ ബന്ധുക്കളെ കൊണ്ട് അവിടെ അക്കോമഡേഷൻ റെഡിയായി ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ വർഷം ജനുവരി 2024 17-ാം തീയതി മോളും അയർലാൻഡിൽ പോയി. അതിനു മുമ്പ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ മോള് ലീവിന് വന്നപ്പോൾ എനിക്കതിന് സാധിച്ചു. അതിന് ഞാൻ മാതാവിനോട് ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ആർമിയിൽ ജോലിയായിരുന്നു. ഭയങ്കര നടുവേദനയായിരുന്നു 20 വർഷമായിട്ട്. ആ നടുവേദന കാരണം ജമ്മു കാശ്മീർ പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ജോലി എഴുതി കൊടുത്ത് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത്
എക്സ്റ്റൻഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത് വീട്ടിൽ വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വേറെ ജോലിക്ക് പോകാനും ഭയങ്കര പാടായിരുന്നു, വണ്ടി ഓടിക്കാനും ഒക്കെ ബെൽറ്റ് ഇട്ടുകൊണ്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും വൈകുന്നേരം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ അതിന് നല്ല ആശ്വാസം കിട്ടി. ഇപ്പോൾ ബെൽറ്റ് ഇടണ്ട, അഥവാ നടുവേദന വന്നാലും പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. മാതാവിനെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി, സൗഖ്യം വരും. ഈശോപ്പം മാതാവ് ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. അതുപോലെ തന്നെ എൻ്റെ ഇളയ മോള് പഠിക്കാൻ കുറച്ച് ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 10ാം ക്ലാസ്സിൽ ജനുവരിയിൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബോർഡ് എക്സാമിന് 2 മാസം ഉള്ളപ്പോൾ നല്ലപോലെ ഇരുന്ന് പഠിക്കാനുള്ള കൃപ ഈശോപ്പം നൽകി, അമ്മ മാതാവ് നൽകി. എൻ്റെ കുഞ്ഞ് 80% മാർക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിച്ച ഗ്രൂപ്പ് തന്നെ ബയോളജി ഗ്രൂപ്പും കിട്ടി, കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പും കിട്ടി. മോൾക്ക് ബയോളജി ഗ്രൂപ്പ് തന്നെ എടുത്ത് പഠിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മൂത്ത മോൾ അയർലൻഡിൽ പോയി കഴിഞ്ഞ് എല്ലാവർക്കും പാർട്ട് ടൈം ജോബ് കിട്ടുന്നു. മോൾക്ക് ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരം മാർച്ച് 8 വിമൻസ് ഡേയുടെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു ജോലി നൽകണമേ എന്ന് ഞങ്ങൾ മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാർച്ച് 6 തന്നെ പാർട്ട് ടൈം ജോബ് ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങോട്ട് 5 പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഓരോ മാസവും റെൻറ്റും ചിലവും കാര്യങ്ങളെല്ലാം മോൾക്ക് തന്നെ നോക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും മോൾക്ക് വരാനും സാധിച്ചു. ഇനി പോയിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. ഞങ്ങൾ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കുന്നു. ഇനി ഇവിടെ ഉടമ്പടി സാക്ഷ്യമായി ഞങ്ങളെ നിർത്തമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉടമ്പടി വസ്തുക്കൾക്കുണ്ട്. അതുപോലെ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഒരുപാട് ആശീർവാദം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളിതെല്ലാം ഉപയോഗിക്കും. ഞങ്ങൾക്ക് നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ പ്രാവശ്യമായിട്ട് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഇത്രയും ആശീർവാദം നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഇവിടുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോകും. തമിഴ് പത്രം മേടിച്ചുകൊണ്ട് പോയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. മലയാളം ഞാൻ വാങ്ങിച്ചിട്ടില്ല. എല്ലാ തമിഴർക്കുമാണ് കോയമ്പത്തൂർ ഞാൻ പള്ളികളിലും അതുപോലെ ബസ് സ്റ്റോപ്പിലും വഴിയോരങ്ങളിലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് മോൾക്ക് ജോലി കിട്ടി, പാർട്ട് ടൈം ജോബ് കിട്ടി. ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾക്കൊരു ചിൽഡ്രൻസ് ഓർഫനേജിൽ ഇതുപോലെ 10-35 കുട്ടികൾക്ക് ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ശാപ്പാട് ഓർഡർ ചെയ്ത് അവർക്ക് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റി. അതിനുശേഷം ഞാനും എൻ്റെ അമ്മയൊക്കെ ഓർഫനേജിൽ പോകും. ഓർഫനേജ് ഓൾഡ് ഏജ് കെയറിലും അതുപോലെ തന്നെ സ്ത്രീകളെ മാത്രം വെച്ച് കെയർ ചെയ്യുന്ന കെയർ ഹോമിലും ഒക്കെ പോയി ഞങ്ങൾ ശാപ്പാടിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. ശാപ്പാട് അവർക്ക് വിളമ്പിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലും പോയിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ പോകുമ്പം വഴിയോരങ്ങളുള്ള പാവത്തുങ്ങൾക്ക് സ്നാക്സായിട്ട് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചോറ് അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. ഞങ്ങളെക്കൊണ്ടാവുന്ന സഹായങ്ങൾ എല്ലാ മാസവും ചെയ്യും. എല്ലാ മാസവും അതുപോലെ തന്നെ ഓൾഡ് ഏജ് കെയറിൻ്റെ ഒരു ഡൊണേഷൻ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവനും ഈശോപ്പയും അമ്മയായിട്ടുള്ള ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ചൊല്ലുന്നു. നിൻ്റെ കവാടങ്ങളുടെ ഓടാമ്പുലികൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിൻ്റെ കോട്ടകളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. സുഗന്ധി തൻ്റെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് കൂടെ നടന്ന് സഞ്ചരിക്കുന്ന മാതാവ് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും സമയ ചുരുക്കത്തിലൂടെ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനകം മകളുടെ MSc പരീക്ഷ കഴിഞ്ഞിരുന്ന മകൾക്ക് ഉടനെ തന്നെ ഇൻ്റർവ്യൂവിന് പോകാനും ഉള്ള കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ 2ാമത്തെ മകൾക്കും പരീക്ഷ പാസ്സാകാനും വേണ്ടുള്ള എല്ലാ കൃപയും മാതാവ് നൽകുന്ന 20 വർഷം പഴക്കമുള്ള നടുവേദന അമ്മയുടെ അനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ മാറുന്നു. ഉടമ്പടി തൈലവും തേനും ഉപയോഗിച്ചും അതെല്ലാം പെട്ടെന്ന് മാറുന്നതായിട്ട് നമ്മൾ സുഗന്ധിയുടെ സാക്ഷ്യത്തിലൂടെ കേൾക്കുകയുണ്ടായി. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അമ്മ കൂടെ വരികയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ് അവരിവിടെ പങ്കുവച്ചത്. പഠിക്കാൻ മോശമായിരുന്നിട്ട് പോലും ആ മാതാവിൻ്റെ തൈലത്തിലൂടെയും കാശ്വം പിടിച്ചുകൊണ്ടും പരീക്ഷയ്ക്ക് പോവുകയൊക്കെ ചെയ്തപ്പോൾ വളരെ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. നമുക്ക് ഈ സുഗന്ധിയുടെ കുടുംബത്തോട് ചേർന്ന് മക്കളോട് ചേർന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.